മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വെളിപ്പാട് പുസ്തകത്തിലുള്ള ചില ചിന്തകൾ പുത്തൻ യെരുശലേമുമായിട്ട് ചേർന്നുള്ള ചിന്തകളാണ് നമ്മൾ ഷെയർ ചെയ്ത്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലെ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു പൂർത്തീകരണം കാണാം. ദൈവത്തിൻ്റെ പദ്ധതി, മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയി പാപത്താൽ ദൈവിക പ്രമാണത്തിൽ നിന്ന് മാറിപ്പോയ മനുഷ്യനെ ദൈവം വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് പുതിയ ഭൂമിയിൽ ആക്കി അവനെ ദൈവത്തോട് ചേർന്ന് കൂട്ടായ്മ ആചരിക്കുന്ന അവൻ്റെ പ്രവർത്തനത്തിൻ്റെ പൂർത്തീകരണം. ഇത് ആണ് ദൈവം ആഗ്രഹിച്ചത്. ആ പൂർത്തീകരണമാണ് നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നത്. 7 കാര്യങ്ങളാണ് ആ 3 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത്. ഒന്ന് ഞാൻ ചുരുക്കമായി പെട്ടെന്ന് ബുള്ളറ്റ് പോയിൻറ്റ്സ് പോലെ പറയാം. സമ്പൂർണ്ണ വിശുദ്ധി, ശാപമില്ല, സമ്പൂർണ്ണ വിശുദ്ധി. വേറൊരു രീതിയിൽ പറഞ്ഞാൽ പെർഫെക്റ്റ് സിൻലെസ്നെസ് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത് സമ്പൂർണ്ണ ഭരണം, പെർഫെക്റ്റ് റൂൾ. മൂന്നാമത് പെർഫെക്റ്റ് ഒബീഡിയൻസ്, സമ്പൂർണ്ണ അനുസരണം. 4 പെർഫെക്റ്റ് കമ്മ്യൂണിയൻ, സമ്പൂർണ്ണമായിട്ടുള്ള കൂട്ടായ്മ. അടുത്ത പെർഫെക്റ്റ് കോൺസിക്രേഷൻ, സമ്പൂർണ്ണമായിട്ടുള്ള സമർപ്പണം. 6 സമ്പൂർണ്ണമായിട്ടുള്ള ബ്ലെസ്സഡ്നെസ്, അനുഗ്രഹം, പെർഫെക്റ്റ് ബ്ലെസ്സഡ്നെസ്. 7 പെർഫെക്റ്റ് ഗ്ലോറി. ഈ 7 കാര്യങ്ങളാണ് ഇവിടെ പെർഫെക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൾമിനേഷനിൽ എൻഡിൽ വന്നു ചേരുന്നത്. ഒന്നുകൂടെ പറയാം. പെർഫെക്റ്റ് സിൻലെസ്, പെർഫെക്റ്റ് റൂൾ, പെർഫെക്റ്റ് ഒബീഡിയൻസ്, പെർഫെക്റ്റ് കമ്മ്യൂണിയൻ, പെർഫെക്റ്റ് കൺസിക്രേഷൻ, പെർഫെക്റ്റ് ബ്ലെസ്സഡ്നെസ്, പെർഫെക്റ്റ് ഗ്ലോറി. 7 കാര്യങ്ങൾ. ഇതിനെക്കുറിച്ച് നമ്മൾ ചുരുക്കമായി ചിന്തിച്ച് ഈ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കും. ഇതോടുകൂടി കർത്താവിൻ്റെ 2ാമത്തെ വരവുമായിട്ട് ചേർന്നുള്ള എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അതിനുശേഷം ഇതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഇനിയും വരും. അതിനെക്കുറിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ പോലെ വീണ്ടും നമ്മൾ ഈ സബ്ജക്റ്റ് തന്നെ വീണ്ടും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമുക്കറിയാം, ഉൽപ്പത്തി തുടങ്ങിയപ്പോൾ തന്നെ അത് ശാപഗ്രസ്തമായി തീർന്നതറിയാം. ഇപ്പം നമുക്കറിയാം, അമ്മയുടെ മുലപ്പാൽ പോലും അഡൾട്രേറ്റഡായിട്ടിരിക്കുന്ന സാഹചര്യങ്ങൾ. അങ്ങനെ കാരണം കഴിക്കുന്നതിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൊക്കെ വിഷമുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ കുഞ്ഞുങ്ങളിലേക്ക് ചെല്ലുകയാണ്. അതിൽ നിന്നൊക്കെയുള്ളൊരു ട്രാൻസ്ഫർമേഷൻ ഈവൻ മനുഷ്യന് മാത്രമല്ല ലോകത്തിന് പോലും ട്രാൻസ്ഫർമേഷൻ. റോമർക്ക് എഴുതിയ 8-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചാണ് സകല സൃഷ്ടിയും ഇതിനു വേണ്ടി ഈറ്റുനോവോട് കാത്തിരിക്കുന്നു. ആദ്യം എന്താണ്? നിൻ്റെ രൂപാന്തരം, മനുഷ്യന് രൂപാന്തരം. മനുഷ്യന് രൂപാന്തരം പ്രാപിച്ചാൽ സൃഷ്ടിയും രൂപാന്തരം വരും. അതിനുവേണ്ടി സകലത ഈറ്റുനോവോടെ കാത്തിരിക്കുന്നു. ഗലാത്യർ 3:13 പറയുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, നമ്മളെ വീണ്ടെടുത്ത് മരണത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചു, അവസാനം സകലതും പിതാവിനെ ഏൽപ്പിച്ചു. എന്തിനാണ് പിതാവിനെ ഏൽപ്പിച്ചത്? കാരണം എല്ലാ ഇസവും മാറിക്കൊണ്ട് അവിടെ കാണുന്ന ദൈവത്തിൻ്റെ ഭരണം അവിടെ ആരംഭിക്കുകയാണ്. യാതൊരു ശാപവുമില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം, തിയോക്രസി, ദൈവത്തിൻ്റെ ഭരണം, ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കുന്നു. അവൻ്റെ കർത്തൃത്വം അംഗീകരിച്ചത് അവൻ്റെ സഭയാണ്. ഈ സിംഹാസനം നമ്മുടെ ഉള്ളിൽ വയ്ക്കുവാൻ നമ്മൾ അനുവദിക്കുകയാണ് ചെയ്ത സഭയിൽ. എന്താണ്? നമ്മളവനെ ആരാധിക്കുന്നു, നമ്മളവനെ സേവിക്കുന്നു, അവൻ്റെ മുഖം നമ്മൾ കാണുന്നു. ഇവിടെ 2-3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ആ പെർഫെക്റ്റ് സിൻലെസ് ആയിട്ടുള്ള ആളുകൾ സഭയിൽ നമ്മുടെ പാപം കർത്താവ് ഏറ്റെടുത്തപ്പോഴേ നമ്മളെ പാപത്തിൽ നിന്ന് മാറ്റിയതായിട്ട് നമ്മൾ കാണുന്നു. സഭയിലെ ഉള്ള പാപം, നമ്മൾ ജഡത്തിൽ വസിക്കുമ്പോഴുള്ള പാപത്തിന് വേണ്ടിയും അവൻ അഡ്വക്കേറ്റായിട്ട് ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്നുകൊണ്ട് പാപത്തിൽ നിന്നുള്ള വിടുതൽ. എന്നാൽ ഇവിടെ സമ്പൂർണ്ണമായിട്ടുള്ള വിശുദ്ധിയാണ് ഇവിടെ പറയുന്നത്. സമ്പൂർണ്ണമായ വിശുദ്ധി പറഞ്ഞാൽ ശാപമില്ല, പാപമില്ല, പെർഫെക്റ്റ് സിൻലെസ്നെസ്. അതാണ് ഇവിടെ വരുന്നത്. അതാണ് പെർഫെക്റ്റ് റൂളിനകത്തും വരുന്നത്. കുഞ്ഞാടിൻ്റെ സിംഹാസനം, തിയോക്രസി, ദൈവം രാജാവായി ഭരിക്കുന്ന ഒരു കാര്യം. അതാണ് സമ്പൂർണ്ണ ഭരണം എന്ന് പറയുന്നത്. സമ്പൂർണ്ണ ഭരണം. അതിൽ അവനെ നമ്മൾ ആരാധിക്കുമ്പോൾ എന്താണ് അവിടെ കാണുന്നത്? നമ്മളവനെ അനുസരിക്കുന്ന ഒരു സംഭവം. ഈ
ആരാധനയും അനുസരണവും തമ്മിൽ അത് സ്നേഹത്തിൽ ബന്ധപ്പെട്ടതാണ്. പേടിച്ചല്ല നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, സ്നേഹത്തിന് അധിഷ്ഠിതമായ ഭാര്യ ഭർത്താവ് ബന്ധത്തിനകത്ത് നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു, അതുപോലെ ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്ന സബ്മിഷൻ എന്ന് പറയുന്ന, ഒബീഡിയൻസ് എന്ന് പറയുന്ന സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. അല്ലാതെ പ്രതികാരത്തോടു കൂടിയോ അല്ലെങ്കിൽ പേടിച്ചോ അല്ല ചെയ്യുന്നത്. അത് ദൈവത്തിൻ്റെ പ്രമാണത്തിനകത്തോളാണ്. ആ കംപ്ലീറ്റ് ഒബീഡിയൻസ്, അതുപോലുള്ളൊരു അനുസരണം. ഇവിടെ നമ്മൾ കർത്താവിനെ അനുസരിക്കുന്നു, സ്നേഹിക്കുന്നതിൽ കൂടിയാണ് അനുസരിക്കുന്നത്. ദാറ്റ് ഈസ് സെർവ്. നമ്മളവനെ സേവിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അതാണ് സമ്പൂർണ്ണ അനുസരണം അവിടെ കാണുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പെർഫെക്റ്റ് കമ്മ്യൂണിയൻ വരുന്നത്, കൂട്ടായ്മ. സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 24 തൊട്ട് ഉള്ള വാക്യം, 23 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കാം. ഇതൊരു ഡോക്സോളജി അല്ലെങ്കിൽ ഒരു അനുഗ്രഹമാണ്. നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടതെന്നാൽ, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ, യഹോവ തിരുമുഖം നിൻ്റെ മേൽ പ്രകാശിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ, യഹോവ തിരുമുഖം നിൻ്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ നാമം വയ്ക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ അനുഭവിക്കുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹം. അതിനപ്പുറമായിട്ടൊരു അനുഗ്രഹമില്ല. മോശയും ദൈവവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്കറിയാം. ഞാൻ കൂടുതലായിട്ട് അറിയാനായിട്ട് മോശയുടെ ആഗ്രഹം, നിന്നെ കാണണം. ദൈവം അവനെ കാണിച്ചു കൊടുക്കുകയാണ്, അവനെ തന്നെ. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ 6-ാം വാക്യത്തിൽ, ഇരുട്ടിൽ നിന്ന് വെളിച്ചെണ്ണം പ്രകാശിക്കണമെന്ന് അരുളിച്ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങൾ പ്രകാശിച്ചിരിക്കുന്നു. മുഖത്തിലുള്ള ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം. പാപം മൂലം നമുക്കൊരു മൂടുപടം ഉണ്ടായിരുന്നു, അത് മാറി തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്ന അനുഭവം. വി ആർ കോൺസെക്രേറ്റഡ്. അങ്ങനെ ആകുമ്പോഴാണ് നമ്മളെ ദൈവം നമ്മളെ സമർപ്പിച്ച് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു കോൺസെക്രേഷൻ നമുക്കായിരിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ സമ്പൂർണ്ണ അവകാശത്തിലുള്ളവരാണ്. അത് നമ്മൾ മറന്നു പോകരുത്. റെവലേഷൻസ് 3, വെളിപ്പാട് പുസ്തകം 3-ന്റെ 12-ഉം 13-ഉം വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്ന ശ്രദ്ധിക്കുക, ജയിക്കുന്നവന് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലൊരു തൂണാക്കും, അവനൊരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമം, എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പുതിയ യെരുശലേം എന്ന എൻ്റെ ദൈവത്തിൻ്റെ നേരം, എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതി. 5 പ്രാവശ്യം എൻ്റെ 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 എന്ന് പറയുന്നുണ്ട് ആ വാക്യത്തിൽ. എൻ്റെ എന്ന് 5 പ്രാവശ്യം. സമ്പൂർണ്ണമായിട്ടുള്ള അവകാശം അവൻ്റേത് മാത്രമായിരിക്കും. ഇത് പുതിയ നിയമത്തിലെ പല സ്ഥലങ്ങളിലും അപ്പോസ്തലന്മാരെ പഠിപ്പിക്കലിലെ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. സമ്പൂർണ്ണമായിട്ടുള്ള സമർപ്പണവും സമ്പൂർണ്ണമായിട്ടുള്ള അവകാശവും. തീത്തോസിൻ്റെ ലേഖനത്തിലും ഇത് പറയുന്നുണ്ട്, വി ഷുഡ് ബി ദ പീപ്പിൾ ഓഫ് ഹിസ് ഓൺ, അവൻ്റേതായിട്ടുള്ള ജനം. പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് സ്വന്തം ജനം. എന്നിട്ട് ഇതെല്ലാം തന്നെ അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലും വന്നിട്ടുണ്ട്. അവൻ്റേതായിട്ട് പൂർണ്ണമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അവന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജനം. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വീണ്ടും വരുമ്പോൾ 22-ന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലാണല്ലോ നമ്മൾ ഇപ്പോഴീ 7 കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതിനകത്ത് തന്നെ പറയുന്നുണ്ട് സമ്പൂർണ്ണമായിട്ടൊരു ബ്ലസ്സഡ്നെസ്, പെർഫെക്റ്റ് ബ്ലസ്സഡ്നെസ്. ഇവിടെ രാത്രി ഉണ്ടാകുകയില്ല എന്ന് പറയുന്നു. ഇരുട്ട് സംശയത്തിൻ്റെയും പാപത്തിൻ്റെയും പ്രതീകമാണ്. പല സ്ഥലങ്ങളിലും ബൈബിളിലെ പല സ്ഥലങ്ങളിലും ഉണ്ട് ഇരുട്ട്. അത് പാപത്തിൻ്റെ പ്രതീകമാണ്. റോമർ 1:21 ഇരുണ്ട എന്നുള്ളതും യോഹന്നാൻ 1:6 ഇരുട്ട് എന്നുള്ളതും ഇതെല്ലാം പാപത്തെ കാണിക്കുന്നതാണ്. 1 യോഹന്നാൻ 1:6 അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയും, ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നില്ല. 1 പത്രോസ് 2:9 നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് രാത്രി ഇനി ഇല്ല എന്ന് പറയുമ്പോഴേ വി ആർ കമ്മിങ് ടു എ ബ്ലെസ്സഡ്നെസ്. നമ്മളൊരു പെർഫെക്റ്റായിട്ടുള്ള ഒരു അനുഗ്രഹത്തിലേക്ക് വന്നിരിക്കുകയാണ്. വെളിച്ചത്തിൻ്റെ രാത്രി
വിശ്രമിക്കാനാണ് ദൈവം സൃഷ്ടിച്ചത്. നമുക്കവിടെ വിശ്രമം ആവശ്യമില്ല. എന്നേക്കും നമ്മൾ രാജാക്കന്മാരാണ്. റെയിൻ ഫോർ എവർ ആൻഡ് എവർ. 1000 ആണ്ട് വാഴ്ചയിൽ മാത്രമല്ല, അതിനുശേഷവും നമ്മൾ ഭരിക്കും. യെശയ്യാപ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിൽ അവൻ്റെ രാജ്യത്തിൽ ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണമായി അതിനെ നിവർത്തിക്കും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. ഇൻക്രീസ് ഓഫ് ദ കിങ്ഡം ദർ ഷാൽ ബി നോ എൻഡ് എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ വരുന്നത്. ദർ ഷാൽ ബി നോ എൻഡ്. അതുപോലെ തന്നെ അവിടെ വലിയ വർധനവിൻ്റെ ഒരു സംഭവമാണ്. യെശയ്യാപ്രവചനം നേരത്തെ വായിച്ചാണ്. 60, 21, 22 കുറഞ്ഞവൻ 1000-ഉം ചെറിയവൻ മഹാജാതിയുമായി മാറും എന്നുള്ള ചിന്ത അവിടെ വരുന്നുണ്ട്. അതുപോലെ വീണ്ടെടുക്കപ്പെട്ടവരെ വലിയ മഹാജാതിയാവും. അതിനകത്ത് നമ്മൾ ആദ്യ ഫലമാണ്. അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യ ഫലമാണ്. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് ഈ യെശയ്യാപ്രവചനം 65:23 പറയുന്ന പോലെ പുതിയ ഭൂമിയിലെ അവരുടെ സന്താനവും അവരോടുകൂടെ ഇരിക്കും. യെശയ്യാപ്രവചനം 65:23 അവർ വൃഥ അധ്വാനിക്കത്തില്ല, ആപത്തിനായിട്ട് പ്രസവിക്കുകയുമില്ല. അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട സന്തതിയല്ലോ, അവരുടെ സന്താനം അവരോടുകൂടെ ഇരിക്കും. ഇത് പുതിയ ഭൂമിയെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ മരണമില്ല, ജ്ഞാനം സമ്പാദിക്കും. ഭൂമിയിൽ ജനം നിറയും. ഉൽപ്പത്തിയിൽ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറയുമെന്ന് പറഞ്ഞു. അതിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അവിടെ അത് നടക്കാനായിട്ട് പറ്റുന്നില്ല. അതിൻ്റെ പൂർത്തീകരണം ഇവിടെ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ജയിക്കുന്നവനെ ഞാൻ ഉദയനക്ഷത്രം കൊടുക്കും. ഈ ഉദയനക്ഷത്രത്തെക്കുറിച്ച് ഇതൊരു ഗോളമാണ് എന്ന് ചിന്തിക്കുന്നുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ചുള്ള സൂചനയുണ്ട്. ഇയ്യോബ് 38:4 മുതൽ 6 വരെ പ്രഭാത നക്ഷത്രത്തെക്കുറിച്ച് പറയുന്നത് അവിടെ പാർപ്പുണ്ടാകും എന്നൊരു റെഫറൻസ് അവിടെ ഉണ്ട്. ഇത് 1000 ആണ്ട് വാഴ്ചയിലല്ല ഉണ്ടാകുന്നത്, അല്ലാതെയുള്ള സമയത്ത് ഇത് ഉണ്ടാകും എന്ന് ചില ബൈബിൾ പണ്ഡിതന്മാർ അങ്ങനെ പറയുന്നുണ്ട്. മരണമില്ല, ഭൂമി നിറയുന്നു. അപ്പോൾ ദൈവം വേറെ പദ്ധതി ഉണ്ടാകും. ദൈവസഭ ഇവിടെ വളരുന്നില്ല. ദൈവസഭ അവർ കർത്താവിനോട് കൂടെ പുത്തൻ യെരൂശലേമിൽ ഇരിക്കുകയാണ്. ആദം ഹവ്വായ്ക്ക് ആദ്യം പാപം ചെയ്യുന്നതിന് മുമ്പ് സന്താനത്തെ ജനിപ്പിക്കാനായിട്ട് കഴിയുമായിരുന്നു. വീണ്ടെടുക്കപ്പെട്ട ഭൂമിയിലും പാപമില്ലാതെ അവർ പെറ്റുപെരുകും. എന്നാൽ ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ചില ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് വേറെ ഗോളത്തിൽ പോലും ഇവരെ കൊണ്ടുപോയി ആക്കും. അതിനുള്ള അധികാരവും ഈ റൂളേഴ്സ് ഭരിക്കുന്നവർക്ക് കൊടുക്കും. അതുകൊണ്ടാണ് ചില ഗോളത്തിലൊക്കെയുള്ള അവകാശങ്ങൾ നിങ്ങൾക്ക് തരും എന്ന് പറയുന്നത്. ഇത് വിശ്വസിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ടാണ് ബൈബിളിൽ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. ഈ വെളിപ്പാട് പുസ്തകത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശ്വസിക്കാനായിട്ട് പലപ്പോഴും പ്രയാസം തോന്നും. കാരണം അതുകൊണ്ടാണല്ലോ ഇന്ന് വെളിപ്പാട് പുസ്തകം ആരും വായിക്കാത്തതും അത് മെഡിറ്റേറ്റ് ചെയ്യാത്തതും. എന്നാൽ ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, അവൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ നമ്മളെ എടുത്ത് കൊണ്ടുപോയി നമുക്ക് മഹത്വമുള്ള ശരീരം തന്ന് നമുക്ക് വേണ്ടതായിട്ടുള്ള റിവാർഡുകളെല്ലാം തന്ന് 1000 ആണ്ട് വാഴ്ചയിൽ കൂടി നമ്മളെ കടന്നു വന്ന് അവസാനം നമ്മളെ എന്നേക്കുമായിട്ട് ദൈവത്തോടു കൂടെ നിൽക്കുന്ന ആ ഫെലോഷിപ്പ്, അത് ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നേക്കും കർത്താവിനോടുകൂടി ഇരിക്കുക. അത് ദൈവത്തിൻ്റെ അനാദിയായിട്ടുള്ള, അല്ലെങ്കിൽ ദൈവം അനാദിയായി ചിന്തിച്ചപ്പോൾ തന്നെ ഉള്ളൊരു കാര്യമാണ് മനുഷ്യനെ എന്നേക്കുമായിട്ട് ദൈവത്തോടു കൂടിയുള്ള കൂടാരത്തിൽ ആകുമെന്ന്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് ദൈവം കൊണ്ടുവന്ന് ആക്കുന്ന ഒരു കാര്യമാണ് സമ്പൂർണമായ ഭരണം. സമ്പൂർണ്ണ ഭരണം, അതിനോട് ചേർന്ന് അവസാനം നമ്മൾ ചിന്തിച്ച പെർഫെക്റ്റ് ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വം, എല്ലായിടവും ദൈവത്തിൻ്റെ മഹത്വം, ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിൽ ദൈവത്തിനായിത്തീരുന്ന ഒരവസ്ഥ. തീർച്ചയായും ഇതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ ശാപവും അങ്ങനെയുള്ളവർക്കൊന്നും ഇതിനകത്തേക്കുള്ള പ്രവേശനമില്ല എന്ന് പറയുന്നു. അശുദ്ധന്മാരൊന്നും ഇതിനകത്ത് കയറത്തില്ല. ഇതിനകത്ത് 15-ാം വാക്യത്തിൽ വീണ്ടും പറയുന്ന 22:15 നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കുലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുന്നവരും ഒന്നും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്ത് തന്നെ. അതിങ്ങനെയുള്ള ദുർമാർഗത്തിലേക്ക് തിരിയുന്നവരും പിശാചിനെ എടുത്ത് ദൈവമാക്കി വെച്ചിരിക്കുന്നവരുമൊക്കെ അവരെല്ലാം പുറത്ത് തന്നെ എന്നുള്ള ഒരു ഫൈനൽ വേർഡാണ് ഇതിൽ പറയുന്നത്.
അതുകൊണ്ട് നമുക്ക് ഇന്ന് ഫ്രീ ആയിട്ട് തന്നിരിക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനത്തിലുള്ള ഈ അറിയിപ്പുകൾ തലമുറയ്ക്ക് മുമ്പ് തന്നെ ആൻസിസ്റ്ററിൽ എന്നുവെച്ചാൽ അനാദിയായിട്ട് 2500 വർഷത്തിന് മുമ്പേ പ്രവാചകന്മാർ മുഖാന്തരം എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ, അതിനുശേഷം അത് യോഹന്നാന് വെളിപ്പെട്ടത്, ഇതെല്ലാം ഒരുമിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴേ ഇത് ദൈവം പറഞ്ഞ എത്ര സത്യമായിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ദിവസങ്ങളിൽ നമ്മൾ ഇതനുസരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. തീർച്ചയായും ഈ റെവലേഷൻസിൻ്റെ പഠനം, അത് അവസാനത്തെ ഭാഗമായിരുന്നല്ലോ റെവലേഷൻസിൻ്റെ പഠനം. അതിനു മുമ്പ് കർത്താവ് നമ്മളെ കൂട്ടിച്ചേർക്കും എന്നുള്ള പഠനം, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്, അതിൻ്റെ ലക്ഷണങ്ങൾ തൊട്ടിങ്ങോട്ട് നമ്മൾ അവസാനം കർത്താവിനോട് കൂടെ ആ പെർഫെക്റ്റ് ഗ്ലോറിയിൽ എന്നേക്കും രാജാക്കന്മാരായിട്ട് നമ്മൾ ജീവിക്കും എന്നുള്ള ആ വലിയ ചിന്ത നമ്മളെ ബലപ്പെടുത്തട്ടെ, ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് ചില കണ്ടീഷൻസൊക്കെ ദൈവം വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ആരെയും പ്രവേശിപ്പിക്കത്തില്ല, വേണ്ടാത്തവരെ ഒന്നും കയറ്റത്തില്ല. അതൊക്കെ ദൈവത്തിൻ്റെ അനാദിയായിട്ടുള്ള നിർണയമാണ്. നമ്മളെയും ലോകസ്ഥാപനത്തിന് മുമ്പേ വിളിച്ച് ദൈവം കണ്ടിരിക്കുന്നതാണ്. ദൈവം എഴുതിയ റൈറ്റിങ്ങിന് മേളിൽ, കയ്യെഴുത്തിന് മേളിൽ പിശാച് കൊണ്ടൊരു കയ്യെഴുത്ത് എഴുതി. ആ കയ്യെഴുത്തുകൾ കർത്താവിൻ്റെ കാൽവരി ക്രൂശിൽ മായ്ച്ചു കളഞ്ഞു. അത് നിങ്ങളും ഞാനും ഏറ്റെടുത്ത് പുതിയ ജീവൻ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പ്രവേശനമുണ്ട്, കർത്താവിനോട് കൂടെ വാഴുവാനായിട്ട് പറ്റും. ഞാൻ എൻ്റെ ഈ കർത്താവിൻ്റെ വീണ്ടും വരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ എപ്പിസോഡ്സ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഏകദേശം 90 എപ്പിസോഡോളം ഇത് കാര്യങ്ങൾ ചെയ്തു. നിങ്ങളിത് ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ നിങ്ങൾ പോയി അത് വീണ്ടും നോക്കി അത് കാണുകയും അതിന് കമൻസ് നിങ്ങൾ അറിയിക്കുകയും ചെയ്താൽ നല്ലതാണ്. നമ്മൾ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് സൂം വഴി നമ്മൾ ഡയറക്റ്റ് ഇൻട്രാക്ഷൻസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാനുള്ള അവസരങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ആ സമയത്ത് ദൈവം അറിയിച്ചു തരുന്ന അല്ലെങ്കിൽ ദൈവം തന്നിരിക്കുന്ന ബുദ്ധി അനുസരിച്ച്, പരിജ്ഞാനം അനുസരിച്ച് ഞാൻ എൻ്റെ ഉത്തരം ബൈബിളിൽ നിന്ന് പറയാനായിട്ട് ശ്രമിക്കാം. തീർച്ചയായും ഇത് നമുക്കെല്ലാം അനുഗ്രഹമായി എന്ന് വിചാരിക്കുന്നു. ഇത് മിസ് ചെയ്തവർ, ഏതെങ്കിലുമൊക്കെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു പോയി അത് കാണണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇതിനകത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ പലതും ദൈവം ഉത്തരം തരികയും പലരെയും ദൈവം അനുഗ്രഹിക്കുകയും ചെയ്തു എന്നുള്ള ഫീഡ്ബാക്ക് തരുന്നുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾ ഈ സമയത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കർത്താവിൻ്റെ പ്രവർത്തനത്തിൻ്റെ പൂർത്തീകരണം എന്ന പോലെ അവസാനം പൂർണ്ണമായിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള വിശുദ്ധിയും സമ്പൂർണ്ണമായിട്ടുള്ള മഹത്വവും സമ്പൂർണ്ണമായിട്ടുള്ള രാജ്യവും നീ സ്ഥാപിച്ചല്ലോ കർത്താവേ. അത് ഞങ്ങളുടെ മുമ്പിൽ എഴുതി കിട്ടിയിരിക്കുന്നു. ഞങ്ങൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനായിട്ട്, ഞങ്ങളത് ചെയ്താൽ ഞങ്ങൾക്കും അത് ബാധകമാണ്, ഞങ്ങളും അതിലെ ഭാഗവാക്കായി തീരും എന്നറിയുന്നു. എന്നാൽ പുറത്ത് നിന്നൊരു കാഴ്ചക്കാരെ പോലെ നിന്നാൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയില്ലല്ലോ കർത്താവേ. അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങളെയൊക്കെ ക്ഷമിച്ച്, ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഈ വിശുദ്ധിയിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ അവരുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് കർത്താവിനെ സ്വീകരിച്ച് ആ വിശുദ്ധിയിൽ ജീവിപ്പാനായി കർത്താവെ അവർക്കുള്ള താല്പര്യം കൊടുക്കണമേ, അതിനെ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങളെ മുഴുവൻ നീ വഹിച്ചു. നിൻ്റെ അടിപ്പിണറാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു കർത്താവെ. നീ ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് നടത്തുന്ന ദൈവമാണ്. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ശരീരത്തിലെ പ്രയാസങ്ങളുള്ളവരെ, മാനസികമായിട്ടുള്ള പ്രയാസങ്ങളുള്ളവരെ, ഫൈനാൻഷ്യലായിട്ട് കടബാധ്യതകളിലൊക്കെ ഇരിക്കുന്നവരെ ഒക്കെ കർത്താവെ ഇത് കാണുന്നുണ്ടല്ലോ കർത്താവെ. അതുപോലെ ഭവനത്തിലെ കർത്താവെ മുമ്പോട്ട് പോകാനുള്ള പ്രയാസമുള്ളവരെ, കർത്താവെ ഇനി മുമ്പോട്ട് ജീവിക്കാനായിട്ട് പറ്റുകയില്ല എന്ന് വിഷമിക്കുന്നവരെ, ഇതൊക്കെ ഇവർ കാണുന്നുണ്ട്. ഞങ്ങളവരെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിൻ്റെയും പരിഹാരം ഈ ലോകമല്ല, എല്ലാറ്റിൻ്റെയും പരിഹാരം കർത്താവാണ്. കർത്താവിൽ സകലതും കർത്താവെ നീ പൂർണ്ണമാക്കി തന്നിരിക്കുന്ന ഓർത്ത് സ്തോത്രം. അതിനാൽ ഞങ്ങൾ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നിനക്കെല്ലാറ്റിനും ഒരു ഉത്തരമുണ്ട്. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും കർത്താവെ ഞങ്ങളെ ഈ പ്രഭാഷണത്തിൽ മുമ്പോട്ട് നടത്തുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ പുതിയ പുതിയ വിഷയങ്ങളെ കർത്താവെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരും നന്മ പ്രാപിപ്പാനും അനുഗ്രഹം പ്രാപിപ്പാനും വിടുതലുകൾ പ്രാപിപ്പാനും എല്ലാവരെയും ഇടവരുത്തി സഹായിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ.
ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തീർന്നു. അതിനകത്ത് അത്യാവശ്യം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. എന്നാൽ നമ്മുടെ ചിന്തയ്ക്കും നമുക്ക് വെളിപ്പെട്ട് കിട്ടാത്ത അതീതമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് കുറച്ച് അസ്യൂം ചെയ്തും പറയാൻ പറ്റത്തില്ല. ബൈബിൾ പണ്ഡിതന്മാർ പഠിച്ചു വെച്ചിരിക്കുന്നതും അവർ പറയുന്നതും അല്ലെങ്കിൽ ബൈബിൾ പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിനൊക്കെ ബൈബിൾ റെഫറൻസും വേർഡ്സും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതൊരു പ്രയോജനമായി തീരും. തുടർന്ന് നമുക്ക് ഇത് വാച്ച് ചെയ്യാം. എല്ലാ ദിവസവും ഉണ്ടാവും. അടുത്ത ദിവസം വേറൊരു സബ്ജക്റ്റുമായിട്ട് വരുന്നതായിരിക്കും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.